പറഞ്ഞ പോലെ നീ വരച്ച വരയ്ക്കുള്ളിലല്ല ഞാൻ, നീ വിരിച്ച വലയ്ക്കുള്ളിലല്ല ഞാൻ, നീ കുറിച്ച കണക്കിന്റെ കള്ളിയിൽ ഞാൻ ഒടുങ്ങില്ല നിശ്ചയം. ഞാൻ വഹിയുമായി ബന്ധപ്പെട്ട് ആ ഇൽമിന്റെ ഒപ്പാണ് എന്ന് പറയാനാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാമൂഹിക സാഹചര്യങ്ങളെയും വിമർശനങ്ങളെയും കൊണ്ടെടുത്തിട്ട് അതിലൊക്കെ പെട്ട് ഇങ്ങനെ പടച്ചോനെ യുക്തി കൊണ്ട് അവതരിപ്പിക്കാനൊന്നും മെനക്കെടേണ്ട. അള്ളാഹുവിന്റെ വഹിയാണ് യഥാർത്ഥത്തിൽ നബിമാരിലേക്ക് എത്തിയത്. അതാണ് സമൂഹത്തിന് അവർ ദാനം ചെയ്തത്. അത് തന്നെയാണ് ഇൽമ്. അത് കൊണ്ടിടക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ പെടുത്തി തരുന്നു. അതനുസരിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ഇതിന്റെ പേരാണ് വിദ്യാഭ്യാസം അഥവാ മതവും അത് അനുശാസിക്കുന്ന ധർമ്മവും പഠിക്കലും പ്രവർത്തിക്കലുമാണ് ഇത് വിദ്യാഭ്യാസം. അതുകൊണ്ടാണ് വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹു അങ്ങോട്ട് നമ്മൾ ഉയർത്തി തരുമാറാകട്ടെ. ബാക്കിയൊക്കെ നിങ്ങൾ പഠിക്കണം. തൊഴിൽ അധിഷ്ഠിത വരുമാനം വീട്ടിൽ കൊടുക്കുന്നതിന്, ഡോക്ടർ ആകുന്നതിനാ, നാട്ടിലെ സാധുക്കളൊക്കെ ചികിത്സിച്ചിട്ട് പ്രശ്നത്തിന് കൂടിയിട്ടാണ്. ഇപ്പൊ ഏറ്റവും ജനിദഹലാൻ പറയുന്ന രസകരമായ ഒരു സംഭവമുണ്ട്. എന്റെ കുട്ടിയോട് ഞാൻ പഠിക്കണം പറഞ്ഞു, ഓൻ ധിക്കാരിയായി അങ്ങനെ നടന്നു. ഞാൻ ഉമ്മയോട് പറഞ്ഞു ഇമ്മാതിരി മക്കളെ പോറ്റാനിക്കാവൂല എന്ന് ഭാര്യയോട് പറഞ്ഞു. ഭാര്യ ഓനെ മെല്ലെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചു. അവൾ അവനോട് പറഞ്ഞു, എടാ എന്റെ ആങ്ങളാരൊക്കെ പഠിച്ച് എന്റെ അമ്മമാരൊക്കെ വലിയ വലിയ ആൾക്കാരായില്ല, എനിക്ക് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു. വൃത്തം കെട്ട ചെങ്ങായി അന്ന് തന്നെ ഞാൻ പോരെ വിട്ടു പോകും എന്നോട് ഇനി പഠിക്കാൻ പറഞ്ഞാല് എന്ന് പറഞ്ഞു. രാത്രിയിൽ ഉമ്മ കരഞ്ഞു. അവസാനം ഒന്ന് കഞ്ഞി കൊടുത്തു, ഭക്ഷണം കൊടുത്തതിന് ശേഷം ഒന്ന് ഉറങ്ങാൻ പോയപ്പോ ഉമ്മ ഭക്ഷണത്തടികളൊക്കെ കഴുകി വൃത്തിയാക്കി അടുക്കളയിൽ നിന്ന് നേരെ ചെന്നു. അവന്റെ 2 കാലെടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് ഉമ്മ അങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. പഠിച്ചോനെ എന്റെ ആങ്ങളാരും കൂടെ മക്കളൊക്കെ വലിയ വലിയ വയസ്സക്കാരായി, നമ്മളെ വിയാപ്പിളി നല്ലവനായിരുന്നു. പക്ഷേ ഈ കുരുത്തം കേട്ട കുഞ്ഞിനെ കൊണ്ട് മുമ്പ് പണിക്കും പോകാണ്ടിരുന്നാൽ തൊഴിൽ എടുക്കാണ്ടിരുന്നാൽ ഇനി കഷ്ടപ്പെട്ട് ഞാൻ വഷളാവുമല്ലോ. എന്തെങ്കിലും ഒരു മാർഗം പഠിച്ചോനെ എന്റെ മോനൊന്ന് പഠിച്ചു മിടുക്കാനാകേണ്ടിയും എന്ന് ചിന്തിച്ച് കരഞ്ഞ് കണ്ണീരിങ്ങനെ കണക്കിൽ വീണു. അപ്പോ ജനീബേരാൻ ഞെട്ടി. എന്താണ് ഉമ്മ ചോദിച്ചു. എന്റെ മോനെ ആങ്ങളാരൊക്കെ പഠിച്ചിട്ട് എത്ര കോടി റുപ്യ ഉണ്ടാക്കേണ്ടത്, നല്ല വിദ്യാഭ്യാസം, എന്റെ കുട്ടി പഠിക്കാൻ പോയില്ലെങ്കിൽ ഉമ്മ എന്തുകൂടി മനസ്സിലാവൂലേ എന്ന് ചോദിച്ചപ്പോ ഉമ്മ നിർബന്ധിക്കണം ഞാൻ പഠിക്കാൻ പോകാം എന്ന് രാവിലെ തീരുമാനിച്ചു. ഏത് കോഴ്സിനാണ് ചേരേണ്ടത് എന്ന് രാവിലെ അവന്റെ ചോദ്യം. അപ്പൊ ആങ്ങളാരൊക്കെ പഠിച്ച കോഴ്സ് തന്നെ ആയിക്കോട്ടെ, അതിനേക്കാൾ പൈസ ഉണ്ടാക്കാൻ പറ്റിയ കോഴ്സ് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതെല്ലാം തിരഞ്ഞെടുത്തു. എല്ലാ ആങ്ങളാരും നല്ല ശില്പികളായിരുന്നു. ലെബനോൻ കുന്നിന്റെ ചെരുവിൽ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കി വിൽക്കും. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരും, അവരത് വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ വലിയ വലിയ പണങ്ങളുമായി ഒരു തിരിച്ചു വരും. നല്ല ശില്പികളുടെ മുമ്പിൽ പഠിക്കാൻ പോയി ഏറ്റവും മിടുക്കനായ ശില്പിയായി. ഇപ്പൊ ടൂറിസ്റ്റുകൾക്ക്